സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ, പുകയിലെ അകറ്റി നിർത്തൂ. പുഴയിൽ ശവം പൊങ്ങും, കണ്ണാടി പുഴയിൽ ശവം പൊങ്ങും. ചേട്ടാ, നമ്മുടെ പുഴയിൽ ശവം പൊങ്ങുന്ന്. പുഴയിൽ ശവം പൊങ്ങും, കണ്ണാടി പുഴയിൽ ശവം പൊങ്ങും. അച്ഛോ, അച്ഛറിഞ്ഞ നമ്മുടെ കണ്ണാടി പുഴയിൽ ശവം പൊങ്ങുന്ന് പഠിക്കരാ പറഞ്ഞത്. ജബാക്ക നിക്ക് നിക്ക്. എന്താ നമ്മുടെ കണ്ണാടിപ്പുഴയിൽ ശവം പൊന്നു പണിക്കരാ പറഞ്ഞ. പണിക്കരാ പറഞ്ഞ ആ എന്നാ പൊന്തും. ആരാണാവോ? തങ്കേച്ചി, എന്താ പണി? തങ്കേച്ചി പറഞ്ഞു തുറക്കടാ. നമ്മുടെ കണ്ണാടിപ്പുഴയിൽ ശവം പൊന്നു പണിക്കരാ പറഞ്ഞേ. അയ്യോ, ചെത്തിപ്പൂ വളരെ കുറവാ. റീനെ, നീ അറിഞ്ഞ എന്ത്? നമ്മുടെ പുഴയിൽ ശവം പൊങ്ങും പണിക്കരാ പറഞ്ഞ. ഫാദർ അത് സമ്മതിച്ചു. പണിക്കര് വെറുതെ പറയില്ല. ബാലന് ജോലിയൊന്നും ശരിയായില്ലേ? ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ കോട്ടയത്ത് അവനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അവനോട് ചെന്ന് ജോയിൻ ചെയ്യാൻ പറയും. അതെ, എത്രയും പെട്ടെന്ന് അയക്കോ. അതന്നെ എനിക്കും തോന്നണത്. വരുന്നുണ്ട്, അച്ഛൻ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക്. നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ. ബാല, നിനക്ക് 100 ആയുസാ. നിനക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് കോട്ടയത്ത്. അടുത്ത മാസം ജോലി ഉറപ്പാച്ച. ഇന്റർവ്യൂ പാസ്സായി വിവരം അറിഞ്ഞു. നീ പച്ച പറഞ്ഞ് കേട്ടാ മതിട്ടാ. ജോലി ചേരാൻ പറഞ്ഞാൽ ചേരാൻ മതിയില്ലേ? വേണ്ട അച്ഛാ, ഞാനൊന്ന് പുഴയിലേക്ക് പോട്ടെ. എവിടേക്കൊന്ന് മാറ്റി നിർത്താൻ നോക്കുമ്പോ അവന്റെ ഒരു പുഴ കേട്ടില്ലച്ചോ. ഡാ, പോയിട്ട് വരാമെന്ന് പറയടാ. ശരി അച്ചോ, പോയിട്ട് വരാം. വേലപ്പം വിഷമിക്കണ്ട. പണിക്കര് പറഞ്ഞല്ലേ, അവനൊന്ന് സൂക്ഷിക്കാം. എല്ലാം ദൈവം കാത്തോളും. വാ ജോസേ. വേലപ്പേട്ട, അച്ഛൻ പറഞ്ഞു കേട്ടല്ലോ. എന്താ പറ്റിയത്? തല പൊട്ടി. രാമേട്ടാ, രാമേട്ടാ, ഓടി വായോ. എന്താണോ? നീങ്ങ ഉടനെ. തലേന്ന് ചോര വരുന്നുണ്ട്. എന്താണ്ടത്? പുഴക്കടയിലൊരു വഞ്ചിമേ തല മുട്ടിയപ്പോ പൊട്ടിയതാ. ഏയ്, വഞ്ചിയോ? വഞ്ചി ഒന്നല്ല, വല്ല മരക്കഷ്ണായിരിക്കും. സത്യോട്ടും വഞ്ചി തന്നെ. പുഴയിലൊരു വഞ്ചി കണ്ടേ, 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 പുഴയിലൊരു വഞ്ചി കണ്ടേ. ശങ്കരേട്ടാ, നമ്മുടെ പുഴയിലൊരു വഞ്ചി കണ്ടു. പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ, പുഴയിലൊരു വഞ്ചി കണ്ടേ. ഇതേ കളവ് പോയ വഞ്ചിയാണെന്നാ എനിക്ക് സംശയം. സംശയിക്കേണ്ട ശങ്കരന്റെ വഞ്ചി തന്നെ. അയാളല്ലാണ്ട് പിന്നെ ആരാ? അയാളെന്നെ ശങ്കരേട്ടൻ. ഒരു ആവശ്യമില്ലാണ്ട് ബാലന്റെ പേരിൽ കേസ് കൊടുത്താണ്. അയാളെ വെറുതെ നിർത്താനേ പറഞ്ഞ. ശങ്കരേട്ട അത് ചെയ്യുന്നു എനിക്ക് തോന്നണില്ല. ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. ശങ്കരേട്ടനാണെന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടാ? അയാളാരാ? ഹരിചന്ദ്രനാ. ഇത് തന്റെ വഞ്ചിയാണോ? കേട്ടില്ലേ? പറയടോ. രണ്ട് പൊട്ടിച്ചാ മതി, മിണ്ടാട്ടം തന്നെയാണ് വരും. ഇയാളെ വെറുതെ വിടരുത്. അതെ. എന്തിനാ ശങ്കരേട്ട ബാലനെ ചതിച്ചത്? എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. ഇല്ലെങ്കിൽ കൊല്ലുമെന്ന് അവർ പറഞ്ഞു. അതാ ഞാൻ ഈ കൊലച്ചതി ചെയ്തത്. എന്താ ചെയ്യാ? അന്ന് മുതൽ
ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല, ഉറക്കം പോലും വരുന്നില്ല. നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം. ബാല, മാപ്പ്, എന്നോട് പൊറുക്കണം. മാപ്പ്. വിഷമിക്കണ്ട ശങ്കര. സാരമില്ല, വിഷമിക്കണ്ട. പട്ടി ചെന്നാൽ പടി തുറക്കില്ലെന്നറിയാം. ഒന്നിനും കൊള്ളാത്തവര്. നിങ്ങൾക്കത് കത്തിച്ച് കളയാമായിരുന്നില്ലേ? വഞ്ചിയിലെ കല്ല് കെട്ടിയ താഴ്ത്തിയത്. പിന്നെ എങ്ങനെയാടാ വഞ്ചി പൊങ്ങിയത്? കുട്ടികള് കുളിക്കുമ്പോ വഞ്ചിയിൽ തലമുട്ടി. കുട്ടികളെ വഞ്ചി കാണിച്ചു കൊടുത്ത്. ആ ശങ്കരൻ ആ തെമ്മാടി കുറ്റം ഏറ്റെടുത്തു. മുതലാളി, ഞാൻ എല്ലാരും അർത്ഥമാവും. പറ്റിയത് പറ്റി. എന്ത് കാര്യവും ബുദ്ധിയോടെ ചെയ്യണം. ആ സിഐയോട് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പേടിക്കണ്ട. ആ പൊയ്ക്കോ പൊയ്ക്കോ. ഏത് നേരവും പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ കരുതിയിരിക്കണം. പണ്ടാറടങ്ങാൻ ആ നാശിച്ച കുട്ടികളതിനെല്ലാം കാരണം. കുട്ടികൾക്ക് കുളിക്കാൻ കണ്ട സ്ഥലം. ഡാ, ഒന്ന് നിന്നടാ അവിടെ. വഞ്ചി കിട്ടിയടാ. ഇനി എന്താ നിന്റെ പ്ലാൻ? പ്ലാനോളെ പലതുണ്ട്. നിന്നോട് പറയാ, നീ ആരാ? നീ ഇവിടുത്തെ നാട്ടുരാജാവാ. എന്താടാ സംശയണ്ടാ? അവിടെ അടി നടക്കണ്. ബാലിന് മനസ്സിലായിട്ടാ. രാജാപട്ടണം വീട്ടിൽ വെച്ചാ മതി. പുറത്തെടുത്ത പുറമ്പോക്കിലാവും കൊത്തിയിരുന്ന ഈ കോലം. എന്താ വല? എന്താ മണി? ഇവന്മാർക്കൊരു ഇളക്കം. നീ വേം വിട്ടോ. ഇല്ലെങ്കിൽ നീ എന്തുണ്ടാ ചെയ്യാ? നിന്റെ രണ്ട് കാലം കൊണ്ട് വെട്ടും, പിന്നെ നീ ഞൊണ്ടും. പറഞ്ഞില്ലടാ, വെട്ടെറിക്കാൻ നോക്കണ കന്നാലി. ഇല്ലെങ്കിൽ അടിച്ചു നിന്നെ ചങ്കാ തീട്ടം തൊട്ടോ എട്ടോടത്തോ അയ്യോ മണിയെ പിടിക്ക്. എഴുന്നേൽക്ക് മണി, സാരില്ല മണി. ഈ കൊണ്ടട പടി കളച്ചിട്ട് ഇപ്പൊ നിന്നെ വെറുതെ വിടടാ. നീ സൂക്ഷിച്ചോ. റീന, ഹായ്. ഹായ്. കൊറേ നേരമായോ വന്നിട്ട്? ആ, ഞാൻ കൂട്ടുകാരുടെ ഒപ്പം. എന്നിട്ട് കൂട്ടുകാരികളൊക്കെ ഇവിടെ? ഉള്ളിലുണ്ട് അവര്. എപ്പോഴാ പ്രോഗ്രാം തുടങ്ങണേ? 3:45 സമയം പറഞ്ഞത്. അയ്യോ, അത് ശരി. വരുന്നുണ്ടോ? ഓ, നോക്കട്ടെ, വരാം. ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കറിയാം? ചോര വീഴുന്ന ലക്ഷണ. ഇല്ല. ഞങ്ങൾ പോണൂട്ടാ, വേഗം വരണം. അടുത്ത പരിപാടി നമ്മളേതാ. കേട്ടില്ലേ? വേഗം വരണട്ടാ. എനിക്ക് പേടിയുണ്ട് ബാലേട്ടാ. എന്തിനു പേടിക്കണം? കുറച്ച് പൊല്ലാപ്പുണ്ടാവും, അത്ര തന്നെ. ഇനി അവൻ കൂടുതൽ ത്രാട്ടെടുത്താ നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് അവിടെ കൊണ്ടുവരും. പോരെ? അപ്പൊ കൂടുതൽ പ്രശ്നമാവില്ലേ? ഉണ്ടാവും. ട്രെയിനെ നീയും ഞാനും പ്രായപൂർത്തിയായി വരാ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാനില്ലടെ നിന്റെ കൂടെ എന്നും. കൊച്ചാണെങ്കിലേ ചെറുപ്പം മുതലേ മനസ്സിൽ കൊണ്ട് നടക്കുക.